بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد عن نبي أمامة رضي الله عنه أن رسول الله صلى الله عليه وسلم أنه قال من اقتطع حق امرئ مسلم بيمينه فقد أوجب الله له النار وحرم عليه الجنة فقال له رجل وإن كان شيئا يسيرا يا رسول الله قال وإن قضيبا من أراك ഇമാം മുസ്ലിം നൈസാബൂരി റഹിമഹുല്ലാ സ്വഹീഹ് മുസ്ലിമിൽ കൊണ്ടുവന്ന ഹദീസ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മുസ്ലിമായ മനുഷ്യന്റെ അവകാശത്തിൽപ്പെട്ട വല്ലതും, അവന്റെ സ്ഥലമാവാം, വീടാവാം, സാമ്പത്തികമായ എന്തും, ഏതെങ്കിലും ഒരു വസ്തു കള്ളസത്യം ചെയ്തുകൊണ്ട് ഒരാൾ അപഹരിക്കുന്നു. ആ മനുഷ്യനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത്, അവനെ അല്ലാഹു തആല നരകത്തിൽ സ്ഥിരപ്പെടുത്തും, നരകം അവന് നിർബന്ധമാക്കും, എന്നിട്ട് സ്വർഗം അല്ലാഹു തആല നിഷിദ്ധമാക്കുകയും ചെയ്യും. ഇത് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, വളരെ മൈന്യൂട്ടായ കാര്യം, ചെറിയ വിഷയത്തിലാണെങ്കിൽ പോലും ഈ ഒരു നിലപാടുണ്ടാവുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് അറാക്കിന്റെ കൊള്ളിക്കഷ്ണത്തിലാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ശിക്ഷയാണ് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അറാക്ക് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വുളൂവിന്റെ മുൻപ്, അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ മുമ്പൊക്കെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. നമ്മൾ പലപ്പോഴും ഹജ്ജിനും ഉംറക്കെല്ലാം പോകുന്ന സമയത്ത് അറബികളുടെ കന്തൂറയുടെ പോക്കറ്റിന്റെ സൈഡിൽ ചെറിയൊരു പോക്കറ്റ് ഉണ്ടാവും. ആ പോക്കറ്റിൽ ഉണ്ടാവും അറാക്ക്. അവരൊക്കെ നിസ്കാരത്തിന്റെ മുമ്പൊക്കെ പല്ലിങ്ങനെ മിസ്വാക്ക് ചെയ്യും. അത് പ്രത്യേകം സുന്നത്താണ്, മുത്തനബിന്റെ സുന്നത്താണ്. റസൂലുള്ളാഹി അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ കാണാലോ. ഈ അറാക്കിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും, ഒരു അറാക്കിന്റെ കൊള്ളിക്കഷ്ണമാണ് കള്ളസത്യം ചെയ്തുകൊണ്ട് അവൻ അപഹരിച്ചതെങ്കിൽ അതിന്റെ പേരിൽ പോലും അല്ലാഹു തആല അവന് നരകം നിർബന്ധമാക്കുകയും സ്വർഗം നിഷിദ്ധമാക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. ഈ ഒരു ഹദീസ് വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പരിസരത്ത് സഹോദരങ്ങൾ പരസ്പരം ശണ്ട കൂടുന്നത് സ്ഥലം അളക്കുമ്പോഴായിരിക്കും. എന്തേ കാര്യം? സ്ഥലം അളക്കുന്ന സമയത്ത് 10 സെന്റുള്ള സ്ഥലം ഏകദേശം 1/2 സെന്റോളം ജ്യേഷ്ഠന്റെ സ്ഥലത്തിലേക്ക് നീങ്ങിപ്പോയിട്ടുണ്ട്. രേഖയിലാണെങ്കിൽ അങ്ങനെ മാറ്റി എഴുതിയിട്ടുണ്ട്. കള്ളസത്യങ്ങൾ എഴുതിയിട്ട് സ്ഥലങ്ങൾ അപഹരിക്കുന്നതും അതുപോലെ തന്നെ സ്വത്ത് തട്ടിയെടുക്കുന്നതും നമ്മുടെ നാട്ടിൽ വളരെ ലാവിശായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളിപ്പോൾ സ്ഥലം ഉണ്ടാക്കിയിട്ട് കുറേ സ്ഥലം ഉണ്ടാക്കി വെച്ചു. ആ സ്ഥലം നമ്മൾ കുറച്ചു കാലം ജീവിച്ചു, പിന്നെ മക്കളെടുത്തു, മക്കൾ ജീവിച്ചു, മക്കൾ മരിച്ചു, അങ്ങനെ സന്താന പരമ്പര ഇങ്ങനെ അനുഭവിക്കും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും കാര്യമായൊരു വിഷയം, നമ്മളത് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ഒരിക്കലും രേഖയിലില്ലാത്ത വിഷയം നമ്മൾ സ്വമേധ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യങ്ങളിലൂടെ സമ്പാദിച്ച സ്ഥലമാണെങ്കിൽ നമ്മൾ എന്തായാലും മരിക്കുമല്ലോ. മരിച്ചാൽ എന്തായാലും സ്വർഗം, അതല്ലെങ്കിൽ നരകം, രണ്ടിലേതെങ്കിലും ഒന്നാണല്ലോ ഉണ്ടാവുക. പക്ഷെ ഇങ്ങനെ സ്വത്ത് അപഹരിച്ച് കള്ളസത്യങ്ങളിലൂടെ സ്വത്ത് അപഹരിച്ച ആളാണെങ്കിൽ അവൻ നരകത്തിൽ ഉറപ്പായിട്ടും പോകുമെന്നും നുബുവത്തിന്റെ നാവ് കൊണ്ട് മുത്തനബി പറഞ്ഞു. എന്തിനാ കള്ളസത്യം ചെയ്തുകൊണ്ട് കള്ളരേഖകൾ ഉണ്ടാക്കിയിട്ടൊക്കെ ദുനിയാവ് ഉണ്ടാക്കേണ്ട ആവശ്യം? എന്തായാലും നമ്മൾ ആഖിറത്തിൽ പിടിക്കപ്പെടും. അതുകൊണ്ട് സൂക്ഷ്മതയുള്ള ജീവിതം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക. അന്യന്റെ സ്വത്തൊരിക്കലും ആഗ്രഹിക്കാനോ അപഹരിക്കാനോ ഉണ്ടാകരുത്. കഴിവിന്റെ പരമാവധി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.